ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ പ്രതിരോധ കുത്തിവയ്പ്പുകളെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. നമ്മളെല്ലാവർക്കും തന്നെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ഒരു കാർഡ് കിട്ടുമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ കുട്ടികളുടെ വാക്സിനേഷൻസിനെ പറ്റിയിട്ടുള്ള കാർഡാണ്. അപ്പോൾ ഇതിനകത്ത് ഉള്ള എല്ലാ വാക്സിനേഷൻസും എടുക്കണമെന്ന്, ഇപ്പോൾ പ്രൈവറ്റിലാണെന്നുണ്ടെങ്കിൽ എല്ലാം എടുക്കണമെന്ന് നിർബന്ധമില്ല, എങ്കിലും എടുത്തിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ എൻ്റെ മോക്ക് ഏതൊക്കെ വാക്സിനേഷൻസ് ആണ് എടുത്തത് എന്നാണ് സംസാരിക്കുന്നത്. നമ്മൾ യഥാസമയത്ത് തന്നെ അവർ പറയുന്ന ഇടവേളകളിൽ, അതായത് ഇതിൽ എഴുതിയിട്ടുള്ള ഇടവേളകളിൽ തന്നെ കൃത്യമായും കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ആ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുന്ന സമയത്ത് അവർക്ക് പനിയോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ ജനിക്കുമ്പോൾ തന്നെ എല്ലാ കുട്ടികൾക്കും എടുക്കുന്ന വാക്സിനേഷൻസ് ആണ് BCG, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് B, പിന്നെ OPV ഓറൽ പോളിയോ വാക്സിനേഷൻ. ഇത്രയാണ് അവർക്ക് കൊടുക്കുന്നത്. പിന്നെ ജനിച്ച് 6 ആഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ 1.5 മാസം ആകുമ്പോഴത്തേക്ക് പെൻഡാവാലന്റ് വാക്സിനാണ് കൊടുക്കുന്നത്. അത് 5 വാക്സിൻസ് അടങ്ങിയിട്ടുള്ളതാണ് ഈ പെൻഡാവാലന്റ് വാക്സിൻ. പിന്നെ IPV കൊടുക്കുന്നുണ്ട്, പിന്നെ റോട്ടാ വൈറസ്, OPV ഓറൽ പോളിയോ വാക്സിനേഷൻ. പിന്നെ നമുക്ക് ഗവൺമെൻറ്റിൽ, അതായത് എൻ്റെ മോൾക്ക് ഞാൻ ഗവൺമെൻറ്റിൽ എടുക്കുന്ന സമയത്ത് ന്യൂമോകോക്കൽ വാക്സിൻ ഗവൺമെൻറ്റിൽ അവൈലബിൾ അല്ലായിരുന്നു. അങ്ങനെ ഞാൻ പ്രൈവറ്റിൽ അത് ക്യാഷ് അടച്ചിട്ടാണ് ഞാൻ എടുത്തത്. പിന്നെ 10 ആഴ്ച 2.5 മാസം ആകുമ്പോൾ പെൻഡാവാലന്റ് വാക്സിൻ, അതുപോലെ റോട്ടാ വൈറസിൻ്റെ സെക്കൻഡ് ഡോസ്. പിന്നെ IPV ഇവിടെ ഇല്ല, നമ്മൾ 1.5 മാസത്തിൽ കൊടുക്കുന്ന IPV ഇവിടെ ഇല്ല. പിന്നെ OPV ഉണ്ട്. പിന്നെ ന്യൂമോകോക്കലിൻ്റെ സെക്കൻഡ് ഡോസ്, അത് ഗവൺമെൻറ്റിലില്ല, പ്രൈവറ്റിലത്. പിന്നെ 14 ആഴ്ച ആകുമ്പോൾ, അതായത് 3.5 മാസത്തിൽ പെൻഡാവാലന്റ് വാക്സിൻ, റോട്ടാ വൈറസ് 1.5 മാസത്തിൽ കൊടുത്ത IPV ഈ 3.5 മാസത്തിൽ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ സെക്കൻഡ് ഡോസ് കൊടുക്കുന്നുണ്ട്. പിന്നെ OPV ഇത്രയാണുള്ളത്. പിന്നെ ഞാൻ 1.5 മാസത്തിൽ എടുത്തത് കൊണ്ട് 3.5 മാസത്തിൽ ന്യൂമോകോക്കലും കൊടുത്തിട്ടുണ്ട്. പിന്നെ 9-ാം മാസത്തിൽ MR വാക്സിനാണ്, മീസിൽസ്, റുബെല്ല, ഇത് രണ്ടിൻ്റെയും കൂടെയാണ് MR വാക്സിൻ. പിന്നെ വൈറ്റമിൻ A ഡ്രോപ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ 1.5 വയസ്സിൽ ഇതിൻ്റെ ബൂസ്റ്ററാണ്, അതായത് DPTയുടെ ബൂസ്റ്റർ, പിന്നെ MR വാക്സിൻ്റെ സെക്കൻഡ് ഡോസ്, പിന്നെ OPV, പിന്നെ ജപ്പാൻ ജ്വരത്തിന് JE എടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റമിൻ A ഡ്രോപ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയാണ് ഞാൻ എൻ്റെ മോക്ക് കൊടുത്തിട്ടുള്ള. 5 വയസ്സിലത് എടുത്തിട്ടില്ല, അത് കാർഡിൽ കാണിച്ചതാണ് ഞാൻ ഈ പറയുന്നത്. DPT ബൂസ്റ്ററാണുള്ളത്. പിന്നെ 10-ഉം 16-ഉം വയസ്സിൽ TD വാക്സിനേഷനുമാണ് ഉള്ളത്. പിന്നെ അഡീഷണൽ വാക്സിനേഷൻസ്, അത് നമുക്ക് വേണമെങ്കിൽ എടുക്കാം, ഇതൊക്കെ ഓപ്ഷണലാണ് ഇനി പറയുന്നത്. അഡീഷണൽ വാക്സിനേഷൻസ് അത് പ്രൈവറ്റിൽ തന്നെ നമ്മൾ പോയി പൈസ കൊടുത്ത് എടുക്കേണ്ട വാക്സിനേഷൻസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് A അതിൻ്റെ 1st-ഉം 2nd ഡോസും ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് എയുടെ 1st ഡോസ് എടുത്ത് 6 മാസം കഴിഞ്ഞിട്ടാണ് ഹെപ്പറ്റൈറ്റിസ് എയുടെ സെക്കൻഡ് ഡോസ് എടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു 6 മാസത്തെ ഗ്യാപ്പ് വേണം. പിന്നെ വാരിസെല്ല നമ്മുടെ ചിക്കൻ ബോക്സിനുള്ളതാണ്. ചിക്കൻ ബോക്സിൻ്റെ 1st-ഉം 2nd 2 ഡോസ് ഉണ്ട്. അത് 1st ഡോസ് കൊടുത്ത് 3 മാസം കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് ഡോസും കൊടുക്കാവുന്നതാണ്. പിന്നെ ടൈഫോയിഡ്, അതും 2 ഡോസ് ആയിട്ടുണ്ട്. അതും നമുക്ക് എടുക്കണമെങ്കിൽ എടുത്താൽ മതി, അതൊക്കെ ഓപ്ഷണലാണ്. പിന്നെ മംസിൻ്റെ അതും നമുക്ക് പ്രൈവറ്റ് തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ ആദ്യം ഇടയ്ക്ക് സമയത്ത് നമുക്ക് ഗവൺമെൻറ്റിൽ അവൈലബിൾ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ അത് പ്രൈവറ്റിൽ നമ്മൾ പൈസ കൊടുത്ത് എടുക്കേണ്ട കാര്യമാണ്. പിന്നെ വൈറ്റമിൻ A ഡ്രോപ്സ് നമുക്ക് ഗവൺമെൻറ്റിൽ 2 വയസ്സ് തൊട്ട് 5 വയസ്സ് വരെ 6 മാസം ഇടവിട്ട് വൈറ്റമിൻ A ഡ്രോപ്സ് കൊടുക്കണേ. 2 വയസ്സ്, 2.5 വയസ്സ്, 3 വയസ്സ്, അങ്ങനെ 6 മാസത്തെ ഇടവേളയിലാണ് വൈറ്റമിൻ A ഡ്രോപ്സ് കൊടുക്കാനുള്ളത്. നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുന്നതിലൂടെ നമ്മുടെ കുട്ടികൾ രോഗം വരാതിരിക്കാനും ഇനി അഥവാ രോഗം വന്നാൽ അത് മൂർച്ഛിക്കാതിരിക്കാനും സഹായിക്കുന്നതാണ് ഈ പ്രതിരോധ കുത്തിവയ്പ്പുകൾ. അതുകൊണ്ട് തന്നെ എല്ലാ അമ്മമാരും മറക്കാതെ കുട്ടികൾക്ക് പ്രതിരോധ വാക്സിനേഷൻസ് എടുക്കേണ്ടത് നിർബന്ധമാണ്, അത്യാവശ്യമാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക.